ഇവിടെ എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ദയ ഇതിനെ കണ്ടിട്ട് പോത്തായിട്ടോ പശുവായിട്ടോ വല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചോണ്ട് പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല സർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസം. അഞ്ചുപിള്ള വളർത്തിയ മകളെ നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി. ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്നാ പറയാ. മനസ്സിലായോ? മോളുടെ അച്ഛൻ കണ്ടാൽ അദ്ദേഹം ഒരുപാട് ഹാപ്പി ആയിരിക്കും. എക്സാക്ട്ലി, അച്ഛനും ഇത് കാണണം. മോളെ അച്ഛന്റെ മുമ്പിൽ പോയി തൂണിയില്ലാണ്ട് നിന്ന് കാണിച്ചോറി. അച്ഛൻ കാണട്ടെ മകൾക്ക് ഇങ്ങനെ ചാമാനം ഉണ്ടെന്ന്. നാട്ടിലുള്ള ആണുങ്ങളെ വലിപ്പിക്കാൻ നീ അച്ഛനെ കാണിച്ചോറി. സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. വലിപ്പിക്കാൻ നീ അച്ഛനെ കാണിച്ചോറി. എന്നിട്ട് ഇറങ്ങാൻ ഇവളെയൊക്കെ ഉണ്ടാക്കി തള്ളിയവളുമാരെ വേണം പഠിക്കാനായിട്ട്. നിങ്ങൾ എന്നെ പറഞ്ഞു, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടും. പോലെ ഈ തൊള നിന്റെ അമ്മച്ചിക്കുമുണ്ട്. ആ തൊളയിൽ കൂടിയാണ് നീ പുറത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിന് നീ തൊള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. തൊളല്ലേ ഉള്ളൂ. ഈ തഴപ്പും മുഴപ്പും കണ്ടിട്ട് ആണുങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവന്മാരെ മനോഘടനയുടെ തെറ്റാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പക്ഷെ നീ ചിന്തിച്ച്, നീ കുടിച്ച പാല് കണ്ടാൽ നിനക്ക് എന്തെങ്കിലും തോന്നുന്നു. പെറ്റ തള്ളെ കണ്ടാൽ നിനക്ക് എന്തെങ്കിലും തോന്നുന്നു. അത് തന്നെയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഓ എന്റെ തള്ളയുടെ തള്ളയെ പോലെ ചവിട്ടിക്കറി വാ. ഊരി കാണിക്കല്ല വേണ്ട. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ നിന്നെ പോലെ ഒരു ജീവനാണ്. അല്ലാതെ എന്റെ ഒരു ഇതുണ്ട്, അത് നല്ല രസമുണ്ട്, അത് നല്ല രസമുണ്ട്, അതിന്റെ വലിപ്പം കണ്ടോളൂ, അത് ഞാൻ താഴ്ത്തി ഇറക്കി, അത് ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്താണെന്ന് അറിയില്ല, ചങ്ങളിക്കിട്ടിരിക്കുക ഭ്രാന്താണെന്നാ തോന്നുന്നു. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി അയച്ചടാ ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? ഇതാണ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയല്ല, അല്ലല്ല, മൊബൈലില്. സത്യം പറയാനും പാടില്ല. സീരിയലാണോ? നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. ആണോ ഫെമിനിസം എന്ന് പറയുന്നത്? അല്ല ഇവര് ഇത് ഫെമിനിസം ആണെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ അതിനകത്ത് നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. ഞാൻ നാട്ടുകാരുടെ പിന്നിൽ നമ്മുടെ തറവാടിന്റെ മാനം തിരിച്ചു പിടിക്കണം. സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല. എവിടെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. കണ്ടവന്മാര് കണ്ടു നിയന്ത്രിച്ചില്ലേ? എനിക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു, ഇപ്പോഴെന്ത് സുഖം. ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ടു മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. പിന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ സുഗതൻ അന്യന്റെ ഭാര്യയെ മോഹിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു. സുഗത ഇങ്ങ പറഞ്ഞേ, പരസ്പരം വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത്രയും വൃത്തികെട്ട രീതിയിലാണ് നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത്. ഫെമിനിസം ഒന്നുമല്ല. നിങ്ങൾ ഫെമിനിസം പഠിപ്പിക്കാൻ വന്നതാണെങ്കിൽ ഇതിനെ ഫെമിനിസം ഒന്നും പറയാൻ പറ്റൂല. ഏതെങ്കിലും ഒരു പെണ്ണ് ബസ്സിൽ കയറിയ സമയത്ത് ഏതെങ്കിലും കഴുപ്പണം കെട്ടവന്മാരും നോക്കി കണ്ട് നടന്നില്ലെങ്കിലേ അവള് നിന്നെയും കൊണ്ടേ പോകൂ, ഉറപ്പാ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം. ഓക്കെ, അങ്ങനെയാണെന്ന് തോന്നുന്നു ഷെഫീനത്ത ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ പോരാടി നേടിയതാണെന്ന്. ഇതിനെ പോരാട്ടം എന്നാണോ പറയുന്നേ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. എത്ര വൃത്തികെട്ട രീതിയിലെടുത്താ നിങ്ങൾ സംസാരിക്കണേ. അതും നിങ്ങൾ നേരത്തെ പറഞ്ഞ മകളെ പോലെ കണ്ട കുട്ടിയെ, മകളെ പോലെ കണ്ട കുട്ടികളെയൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ പറയണേ? അത് നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. ഇത്രയും പറയാൻ വേണ്ടിട്ട് ഇവര് എന്ത് അപരാധമാണ് ചെയ്തതെന്ന് ഒന്ന് പറഞ്ഞു തരൂ. ഇത് നിങ്ങൾ ഈ പറയുന്നത് ഇതൊക്കെ എന്ത്? എന്നെ കാമപ്രാന്തിയാക്കുന്നു, അതിന്റെ അമ്മയെ പറ്റി പറയുന്നു, അതിന്റെ അച്ഛനെ ചേർത്ത് പറയുന്നു. ഈ തരം താഴ്ത്തി സംസാരിക്കുന്നതിന് എന്നെയല്ലേ കൈ കിട്ടി അവനെ തല്ലി ഞാൻ കാലൊടിക്കണം. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിരിപ്പുണ്ട്. വല്ലവന്റെ